സ്മൃതി, ആ കരച്ചിലിങ്ങനെ ചെവിയിൽ മുഴങ്ങാണ്. ആ അമ്മൂമ്മയുടെ മുത്തശ്ശിയുടെ കരച്ചിലിങ്ങനെ മുഴങ്ങുകയാണ്. നമുക്കത് എങ്ങനെയാണ് പറയണമെന്നറിയില്ല. സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ച, KCBക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ച, അതിനെയൊക്കെ ചിഞ്ചുറാണി പോലൊരു മന്ത്രിയൊക്കെ നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് കേരളത്തിനുള്ള ഷോക്കല്ലേ? കേരളത്തിന് ഷോക്കാണ്. കേരളത്തിന് തുടരെ ഷോക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം വീണ് ബിന്ദു മരിച്ചപ്പോഴും അത് ഒരൊറ്റപ്പെട്ട സംഭവമായിരിക്കും, ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതി. അപ്പോൾ അടുത്ത ഷോക്ക് വരികയാണ്. ഓരോന്നും ഈ തരത്തിൽ അനാസ്ഥയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മരണങ്ങളാണ് ഇന്നിടത്താണ്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നു. പ്രിൻസിപ്പലിൻ്റെയും അവിടുത്തെ സ്കൂൾ അധികൃതരുടെയും വീഴ്ചയെക്കുറിച്ച് പറയുന്നു. എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണെന്ന് പറയുന്നു. നമുക്ക് ഈ കുട്ടി എന്ന് പറയുന്നത് സാധാരണക്കാർ എന്നല്ല പറയേണ്ടത്, ദരിദ്രരിൽ ദരിദ്രരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടുത്തെ 5 പഞ്ചായത്തിലെ ദളിതരായുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നതാണ്. ഇന്ന് കുഞ്ഞു പോകുമ്പോൾ പറഞ്ഞു, ട്യൂഷന് അച്ഛൻ സ്കൂട്ടറിൽ കൊണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബസ്സിലാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഓടിപ്പോകുമ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞ കാര്യം സമയം പോയി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയതാണ്. സമയം പോയി എന്ന് പറഞ്ഞ പോക്കാണ്. ആ പോക്ക് എന്ന് പറയുമ്പോൾ 8:30 സ്കൂളിലെത്തി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ ഫുട്ബോൾ മുകളിൽ ചെരുപ്പ്, സുഹൃത്തിൻ്റെ ചെരുപ്പാണ്, സ്വന്തം ചെരുപ്പ് പോലല്ല, സുഹൃത്തിൻ്റെ ചെരുപ്പ് എടുത്തു കൊടുക്കാൻ അതിലേക്ക് കയറിയതാണ്. ഇതെങ്ങനെയാണ് ക്ലാസ് മുറി വഴിയാണ് കയറുന്നത്. ആ ജനലിലെ ഭാഗങ്ങളൊക്കെ, തുരുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അതിലൂടെ ചാടിയിട്ടാണ് ഈ പറയുന്ന ഈ കെട്ടിടം എന്നല്ല പറയുന്നത്, ഷെഡാണ്. ആ ഷെഡിൻ്റെ മുകളിൽ എന്താണ്? തകര കൊണ്ടുള്ള ഷെഡാണ്. ഈ വൈദ്യുത ലൈനൊക്കെ ഈ തറയിൽ നിന്നും എത്ര ഉയരത്തിൽ വേണമെന്നൊക്കെ കൃത്യമായ ചട്ടമുണ്ട്. ആ ചട്ടം ലംഘിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ചട്ടം അല്ല ലംഘിക്കപ്പെട്ടിരിക്കുന്നത്, അവിടെ വന്ന കെട്ടിടമാണ് ലംഘിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം 6 വർഷം മുമ്പാണ് ഈ ഷെഡ് ഉണ്ടാക്കുന്നത്. ഷെഡ് ഉണ്ടാക്കണമെങ്കിൽ ഈ വൈദ്യുത ലൈനിനടുത്ത് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണ് അനുമതി കിട്ടിയെന്ന് ആയിരിക്കുമ്പോൾ പഞ്ചായത്ത് പറയുന്നു ഞങ്ങൾ അനുമതി കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അനുമതിയില്ലാതെ 6 വർഷമായി ആ ഷെഡ് അവിടെയുണ്ട്. ആ ഷെഡ് അവിടെ ഉണ്ടാകുമ്പോൾ ഇതിനു മുമ്പും അതിന് മുകളിലേക്ക് ചെരുപ്പോ പന്തൊക്കെ പോയിട്ടുണ്ടാകാം. ഇതിനു മുമ്പും കുട്ടികളൊക്കെ പോയി എടുത്തിട്ടുണ്ടാകാം. അന്ന് അപകടം സംഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ഇതിപ്പോൾ നേരെ അതിലേക്ക് ചേർന്ന് നിൽക്കുന്നു. തകരയിലേക്ക് ഈ വൈദ്യുതി ലൈൻ വന്ന് വീണാനുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. കുട്ടി അവിടെ വഴുക്കിയിട്ടുണ്ടാവും, മഴക്കാലമല്ലേ. അതിന് മുകളിലേക്ക് പോയി സുഹൃത്തിൻ്റെ ചെരുപ്പെടുത്ത് കഴിഞ്ഞ് വീഴാൻ പോകുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. CCTV അതൊക്കെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കൽപ്പണിക്കാരനായ അച്ഛൻ്റെയും ഒരു ദരിദ്രമായ ചുറ്റുപാടിലെ കുടുംബമാണ്. അമ്മ ഇപ്പോൾ 3 മാസം മുമ്പ് വീട്ടുജോലിക്ക് കുവൈത്തിൽ പോയതാണ്. ആ കുടുംബം തുർക്കിയിലേക്ക് പോയതുകൊണ്ട് അവിടേക്കും അമ്മ കൂടെ പോയതാണ്. അതുകൊണ്ടാണ് അവരെ ബന്ധപ്പെടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായത്. ഇപ്പോൾ വൈകിട്ട് 6 മണിക്ക് ശേഷമൊക്കെയാണ് അമ്മ ആ വിവരം അറിയുന്നത്. അപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് എത്ര വലിയ നഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ പേരക്കുട്ടിയിലൂടെ അതിൻ്റെ വിടവ് മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ മകൻ നന്നായി പഠിക്കുമായിരുന്നു, നന്നായി ഫുട്ബോൾ കളിക്കുമായിരുന്നു. നാട്ടുകാർക്കും അടുത്തുള്ളവർക്കൊക്കെ അതാണ് പറയാനുള്ളത്. അപ്പോൾ കുട്ടിയെക്കുറിച്ച് പറയുന്നത് അത്രയുമാണ്. നമുക്ക് നോക്കൂ, ഇതിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മെയ് മാസത്തിൽ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ എല്ലാ സ്കൂളുകളും കൃത്യമായി നൽകണമെന്നുള്ള കാര്യത്തിൽ മെയ് 13 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രധാനാധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും ഒക്കെ സർക്കുലർ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്കൂളിലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുക? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും എല്ലാം പരിശോധിക്കുമല്ലോ. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ 6 വർഷമായി കിടക്കുന്ന ഈ ഷെഡ് കണ്ടില്ല എന്നാണോ? അതൊരു പ്രശ്നമാണ്. സ്കൂളിനകത്തേക്ക് നോക്കുകയാണ്, ക്ലാസ് മുറികളുടെ അവസ്ഥയും വല്ലാത്ത മോശം അവസ്ഥയാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നാണോ? അപ്പോൾ അവിടെ ഒരു പഞ്ചായത്തുണ്ട്. പഞ്ചായത്ത് പറയുന്നു പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടേ ഇല്ല എന്ന് പറയുന്നു. ഇനി ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഭരണസമിതി എന്നുള്ളത് കൂടുതലും CPM അംഗങ്ങളായിട്ടുള്ള ഭരണസമിതി അംഗങ്ങളാണ്. മറ്റു പാർട്ടിയിലെ 1-2 പേരുണ്ടാവായിരിക്കാം. ഭരണസമിതി CPM തന്നെയാണ് എന്ന് പറയാം. മാനേജറും അതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധി പറയുന്നത് അതിൻ്റെ PTA പ്രസിഡന്റ് കോൺഗ്രസ് ആണല്ലോ എന്നാണ്. ഇത്തരം മുടന്തൻ ന്യായങ്ങൾ പറയാം. ഇതിൽ ആർക്കാണ് ആത്യന്തികമായ ഉത്തരവാദിത്തം? അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പൽക്കുണ്ട്, ടീച്ചർമാർക്കുണ്ട്, ഈ പറയുന്ന മാനേജ്മെൻറ്റിനുണ്ട്. എന്നിട്ട് KSEB അങ്ങോട്ട് പറയുന്നുണ്ട് അവിടെ ഈ രീതിയിലായി ലൈൻ അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ പറയുകയാണ് അടുത്ത മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ശേഷം അറിയിക്കാമെന്ന്. അപ്പോൾ അവർക്ക് അത്രയേ അതിൽ തിടുക്കമുള്ളൂ. എന്തുകൊണ്ടാണ് അതിൽ തിടുക്കമില്ലാത്തത്? അത് വളരെ പാവപ്പെട്ട ദരിദ്രരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിന് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതായിരിക്കണം അതിലൊരു മാനസികാവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്ക് ഇത്രയൊക്കെ മതി എന്നുള്ളത് കൊണ്ടായിരിക്കണം
അതുകൊണ്ടാണല്ലോ നേരത്തെ മരിച്ച ബിന്ദുവിൻ്റെ ആയാലും കുടുംബ പശ്ചാത്തലം, ജീവിത പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ഈ മരിക്കുന്നവരൊക്കെ തന്നെയും ദരിദ്ര പശ്ചാത്തലത്തിലുള്ള ഏറ്റവും അടിസ്ഥാന വർഗം, കഷ്ടപ്പെടുന്ന വർഗത്തിനാണ് എപ്പോഴും നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ അവർ ഈ ഏത് സമയത്തും ഞങ്ങൾക്ക് മുന്നിൽ ഒരു മരണം സംഭവിക്കാം എന്ന രൂപത്തിലാണോ മുന്നോട്ട് പോകേണ്ടത്? നമ്മൾ ഈ സർക്കാർ സംവിധാനത്തെ, സർക്കാർ സ്കൂളുകളെ പറ്റിയൊക്കെ നമ്മൾ വലിയ വായിൽ സംസാരിക്കാറുണ്ടല്ലോ. വലിയ പ്രൊപ്പഗാൻഡയല്ലേ നടന്നിരിക്കുന്നത്. സ്കൂൾ മുറികൾ എങ്ങനെയാണ് സ്മാർട്ട് റൂമുകളായിരിക്കുന്നത്, എത്രത്തോളം കോടികൾ ചെലവാക്കിയിരിക്കുന്നു, ഇതിൻ്റെയൊക്കെ കണക്ക് നമുക്ക് ഓരോ സമയത്തും വരുന്നുണ്ട്. ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടാകാം. സർക്കാർ സ്കൂൾ എന്ന് പറയുന്നില്ല, പക്ഷേ സ്കൂളുകൾ പരിശോധിക്കണ്ടേ? ഈ പറയുന്ന എല്ലാ സ്കൂളിലും വിദ്യാഭ്യാസ മന്ത്രി നടന്നു നീങ്ങി പരിശോധിക്കണമെന്നല്ല പറയുന്നത്. ഓരോ ജില്ലയിലും പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ടല്ലോ. ആ പരിശോധന നടന്നിട്ടുണ്ടോ? ഇപ്പോൾ KSEB ഇപ്പോൾ ഇതാ വീഴ്ച സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞു ഇതാ ആദ്യമായൊരു 5 ലക്ഷം കൊടുക്കുന്നു, ഇനി ഒരു 5 ലക്ഷം കൊടുക്കുമായിരിക്കും. അപ്പുറത്ത് വിദ്യാഭ്യാസ മന്ത്രിയും അവരുടെ വക ഒരു നഷ്ടപരിഹാരം കൊടുക്കുമായിരിക്കും. ഇങ്ങനെ ഒരു സംഭവം കഴിയും. ഒരു പക്ഷേ ആ കുടുംബം ദരിദ്രരായതുകൊണ്ട് പിന്നെ പ്രതികരിക്കില്ലായിരിക്കും. അതോടെ പ്രശ്നം കഴിഞ്ഞോ? ഇതാണല്ലോ ബിന്ദുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അതോടെ പ്രശ്നം കഴിഞ്ഞു. അവിടെ പ്രശ്നം കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് അനാസ്ഥയുടെ ഓരോരോ സംഭവങ്ങളായിട്ടുണ്ടാകുന്നു. നമുക്ക് 5 വർഷം മുമ്പല്ലേ വയനാട്ടിലൊരു പെൺകുട്ടി ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്? ആ സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സംഭവം ഉണ്ടാകുമ്പോൾ ക്ലാസ് മുറിയിൽ പരിശോധിക്കില്ല. ക്ലാസ് മുറിയിൽ കുഴികളുണ്ടോ, കുഴികളിൽ പാമ്പ് നിൽക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന. പല സ്കൂളുകളും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. അവിടെ കാട് വെട്ടിത്തെളിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊരു തുടർച്ച ഉണ്ടായിട്ടുണ്ടോ? അതിൽ ഒരു ഓഡിറ്റിംഗ് നടത്തണമെന്ന് അന്ന് വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്താകെ ഒരു ഓഡിറ്റിംഗ് നടത്തുന്ന സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടന്നിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകൾ മാത്രമല്ല, സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് ഒരു ജീവനക്കാരി രാത്രി ആശുപത്രിയിലായി. അപ്പോൾ ഈ പഴയ കെട്ടിടങ്ങൾ നമ്മുടെ ഒരു ഭാഗമായിരിക്കുന്നു. പൊളിച്ചു കളയേണ്ട കെട്ടിടങ്ങൾ, പൊളിച്ചു കളയേണ്ട സംവിധാനങ്ങൾ, ഇത് അനാസ്ഥയുടെ വലിയ ഒരു ഉദാഹരണം തന്നെയാണ്. ഒരു കൂട്ടർക്ക് പറ്റിയ അനാസ്ഥയല്ല. സ്കൂൾ അധികൃതർക്ക് അറിയാം. ഒന്നുമില്ലെങ്കിൽ ഇതിപ്പോൾ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ, ഈ നിയമപരമായുള്ള ചട്ടലംഘനങ്ങളൊക്കെ നടന്നിരിക്കുന്നു. അപ്പോൾ പോലും ഇതിങ്ങനെ വീണ് കിടക്കുമ്പോൾ ആ ഭാഗത്തേക്ക് കുട്ടികൾ പോകരുതെന്ന് പറയണ്ടേ? അതിനവിടെ ഒരു നിർദ്ദേശം കൊടുക്കണ്ടേ? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിഞ്ചുറാണി പറയുന്ന പോലെ വലിഞ്ഞു കയറി ആ കുട്ടി പോയി മരിക്കുകയല്ല, സ്വയം മരിക്കുകയല്ല. ഇതൊക്കെ പറയുന്നതിൽ കുറച്ച് വളരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുമ്പോൾ ആരുടെയും കുഴപ്പമല്ല. അത്രേ ടീച്ചർമാർക്കും കുഴപ്പമില്ല, സ്കൂളിനും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. ആ കുട്ടി അങ്ങ് മരിക്കാൻ അങ്ങ് പോയതാണ്. ഇതാണ് ഒരു പൊതു സമീപനം. ഇനി കുറച്ച് കഴിയുമ്പോൾ അടുത്ത പ്രൊപ്പഗാൻഡ തുടങ്ങും. ഇത് സർക്കാർ സംവിധാനത്തെ ആകെ കരുതേച്ച് കാണിക്കാനുള്ള പ്രതികരണമാണ് എന്ന രൂപത്തിൽ ഇതിങ്ങനെ പറഞ്ഞു വരും. ഇനിയിപ്പോൾ സമരങ്ങളുണ്ട്, തെരുവിലാകെ സമരങ്ങളുണ്ട്. ഇപ്പോൾ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കഴിഞ്ഞാൽ ആ സമരം അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. അതോടെ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പാഠമാകുമെന്ന് ചോദിച്ചാൽ പാഠമൊന്നും ആകില്ല. നഷ്ടപ്പെടാനുള്ളവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും ദയനീയമായ സാഹചര്യം. Meet the editors.